कामधेनोदितं पुरा सर्वरक्षाकरं पुण्यं सर्वोपद्रवनाशनं स्वाहा सर्वसम्पत्करं चैव स्वर्गमोक्षप्रदायकं ध्यात्वा नृसिंहं देवेशं हेमसिंहासनस्थितं स्वाहा निवृत्तास्यं त्रिनयनं शरदिन्दुसमप्रभं लक्ष्म्यालिङ्गितवामाङ्गं विभूतिनिरुपाश्रितं स्वाहा ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് സിംഹാചലത്തിലാണ്. സിംഹാചലം വളരെ സ്പെഷ്യൽ പ്ലേസ് ആണ്. നമ്മൾ മലയാളികൾക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ അത് വലിയൊരു മിസ്സായിരിക്കും. ഭക്തവത്സലനായ ശ്രീമദ് നാരായണൻ നമ്മുടെ ഗുരുവായൂരപ്പന്റെ ആ ഭക്തവത്സലത എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വരണം. അത് ഫീൽ ചെയ്ത് അറിയണമെങ്കിൽ. കാരണം അഹോബിലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. എന്താണ് സിംഹാചലത്തിന്റെ പ്രത്യേകത? സിംഹാചലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തിന്റെ പർവ്വതം എന്നാണ്. അതായത് നരസിംഹസ്വാമി ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം ഭഗവാനെ പിന്നെ പ്രഹ്ലാദൻ കണ്ടിട്ടില്ല. പക്ഷെ ഹൃദയത്തിൽ ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ പല പ്രാവശ്യം ഈ പർവ്വതത്തിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, പ്രഹ്ലാദനെ പല പ്രാവശ്യം പല രീതിയിലും ഹിരണ്യകശിപു കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു ഭാഗം വലിയ ഒരു പൊക്കത്തിൽ നിന്നും സമുദ്രത്തിലേക്ക് എറിയുകയാണ്. എന്നിട്ട് അതിനോടൊപ്പം ഇത്രയും ക്രൂരത ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയൊരു പർവ്വതം എടുത്ത് അമർത്തി വെക്കുകയാണ് പ്രഹ്ലാദൻ. ഇതുമല്ലേ, ഇവിടുന്ന് അധികം ദൂരമല്ല സമുദ്രം. അപ്പൊ പ്രഹ്ലാദനെ ഏറ്റവും അടിയിലാക്കി മുകളിൽ നിന്ന് താഴെ ഇട്ടു. എന്നിട്ട് ഒരു പർവ്വതം എടുത്ത് ഈ പർവ്വതം എടുത്ത് പ്രഹ്ലാദനെ ഇങ്ങനെ അമർത്തി വെക്കുകയാണ്. അപ്പോ ഭഗവാൻ വന്നിട്ട് ആ പർവ്വതത്തെ പൊക്കി മാറ്റി പ്രഹ്ലാദനെ പൊക്കി എടുക്കുകയാണ്. അത് നടന്ന സംഭവം നടന്ന സ്ഥലമാണ് ഇത്. എന്നിട്ട് പ്രഹ്ലാദനെ രക്ഷിച്ച് ആ പർവ്വതത്തിന്റെ മുകളിൽ ഭഗവാൻ കുടിയിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ വിഗ്രഹരൂപത്തിൽ ഇല്ലായിരുന്നു. പ്രഹ്ലാദൻ ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ കാണാൻ വരും. ഇവിടെയൊക്കെ ഭഗവാൻ ദർശനം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോ പ്രഹ്ലാദൻ ഹിരണ്യകശിപു മരിച്ചതിന് ശേഷം പല പ്രാവശ്യം ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴൊക്കെ നരസിംഹസ്വാമിയുടെ ദർശനം കിട്ടുമായിരുന്നു. ഒരു ദിവസം പ്രഹ്ലാദൻ ആഗ്രഹിച്ചു. നരസിംഹരൂപം പ്രഹ്ലാദൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഹിരണ്യകശിപുവിന്റെ അനിയൻ, അതായത് പ്രഹ്ലാദന്റെ ചിറ്റപ്പനെ കൊന്ന ഭഗവാന്റെ ആ സുന്ദര രൂപം, വരാഹരൂപം പ്രഹ്ലാദൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോ പ്രഹ്ലാദൻ ആ വരാഹരൂപം കാണാൻ വലിയ മോഹമാണ്. അങ്ങനെ ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ വരാഹരൂപത്തിൽ ദർശനം നൽകിയ സ്ഥലമാണ്. അത് കൂടാതെ ഇത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ പ്രഹ്ലാദൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. പ്രഹ്ലാദന്റെ പ്രധാനപ്പെട്ട, നമുക്ക് വേണമെങ്കിൽ പറയാം, ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഭഗവാനെ സ്മരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് പ്രഹ്ലാദന്റെ ഭക്തി, ഭഗവാന് പ്രഹ്ലാദനോടുള്ള സ്നേഹം, അതെല്ലാം കാണാൻ കഴിയും നമുക്ക് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ. നമുക്ക് വല്ലാത്തൊരു ശാന്തിയാണ്. ഞാനും ആശ്രമ സംബന്ധമായിട്ടുള്ള പല ടെൻഷനിലായിരുന്നു ഭഗവാന്റെ സേവനമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭഗവാനെ കണ്ടപ്പോഴത്തേക്ക് ഹൃദയം നിറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇനി വിഗ്രഹം എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകെ വേറൊരു കഥയുണ്ട്. അതായത് ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ ഭാഗത്തൊരു വേടൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ വേടൻ ഇങ്ങനെ വേട്ടയുന്നതിന്റെ ഇടയിൽ പെട്ടെന്നൊരു കാട്ടുപന്നിയെ കാണും. സാധാരണ കാട്ടുപന്നിയല്ല, ഇങ്ങനൊരു കാട്ടുപന്നി അദ്ദേഹം കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാട്ടിന്റെ ഇടയിൽ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോഴത്തേക്ക് അസ്ത്രം അയക്കാൻ തുടങ്ങി. അപ്പൊ അസ്ത്രം എറിഞ്ഞു ഒരെണ്ണം കൊണ്ടു. അപ്പോഴത്തേക്ക് ഉടനെ ഗോവിന്ദ രാമ എന്ന് വിളിച്ചു. അപ്പൊ ആള് വിചാരിച്ച ഏതാ പന്നിയായിരിക്കും ഗോവിന്ദ രാമ എന്ന് വിളിച്ചു കരയുന്നു. അപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് ഭഗവാൻ തന്നെയാണ് മനസ്സിലായി. അങ്ങനെ ആ വരാഹത്തിന്റെ രൂപം, അത് വേറെ പന്നി രൂപത്തിൽ വന്ന വേറെ ആരുമില്ല, വരാഹസ്വാമിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ദർശനം കൊടുക്കുകയായിരുന്നു.
അപ്പൊ എന്തോ അദ്ദേഹത്തിന്റെ വലിയ ഭാഗ്യം. അങ്ങനെ ആ വരാഹം ഓടി 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 അപ്രത്യക്ഷമായി. പക്ഷെ ഇദ്ദേഹം പുറകെ അന്വേഷിച്ചൊരു ഗുഹയുടെ അടുത്ത്, അത് ഇപ്പൊ ഇരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നതിന്റെ അടുത്താണ് വന്നത്. അപ്പോഴത്തേക്ക് ഒരു ഗുഹയായിരുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ എന്നോട് ക്ഷമിക്കണം, അങ്ങ് ഭഗവാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം, അങ്ങ് പുറത്തു വരണം, എന്നോട് മാപ്പ് തന്നെന്ന് പറയണം. അപ്പം ഭഗവാൻ അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാപ്പ് നൽകി എന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, അല്ല ഞാൻ വിശ്വസിക്കത്തില്ല, അങ്ങ് പുറത്തു വന്നെങ്കിലേ ഞാൻ വിശ്വസിക്കൂ, അങ്ങ് എന്നോട് ക്ഷമിച്ചോ. അപ്പോഴത്തേക്ക് എത്രയൊക്കെ പറഞ്ഞിട്ടും ഭഗവാൻ വന്നില്ല. അപ്പോഴത്തേക്ക് ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം രാജാവിനെ വിളിക്കുകയാണ്, ഈ പ്രദേശത്തെ രാജാവിനെ. അങ്ങനെ രാജാവിനെയും കൊണ്ടുവന്നു. എന്നിട്ട് രാജാവും പറഞ്ഞു, ഭഗവാനെ അങ്ങ് ദർശനം നൽകണം. ഇങ്ങനെ രണ്ടുപേരും കൂടെ അഭ്യർത്ഥിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, പാല് കൊണ്ട് അഭിഷേകം ചെയ്യണം. അങ്ങനെ ഗുഹയുടെ തൊട്ടു പുറത്ത് ഒരുപാട് പാല് കൊണ്ടുവന്ന് കലശം കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യും. ഓരോ കലശം അഭിഷേകം ചെയ്യുന്നതിനനുസരിച്ച് ഭഗവാന്റെ രൂപം മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ പൊങ്ങി വരിക ഗുഹയുടെ തൊട്ടുപുറത്ത്. അപ്പൊ ഇപ്പൊ നമ്മൾ അകത്ത് പോയാൽ കാണുന്ന വിഗ്രഹം അങ്ങനെ പൊങ്ങി വന്ന വിഗ്രഹമാണ്. പാലാഭിഷേകം ചെയ്ത് ഭഗവാൻ മൊത്തത്തിൽ ഇങ്ങനെ പൊങ്ങി വരികയാണ്. പിന്നെ ഭഗവാന്റെ ഭാവം പ്രഹ്ലാദൻ ചോദിച്ചല്ലോ, ആ അതേ രൂപത്തിലാണ്, അതേ ശിലാരൂപത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ആചാര്യന്മാർ പറയുന്നു, പ്രഹ്ലാദന്റെ മുമ്പില് ദർശനം നൽകിയ അതേ രൂപം തന്നെ വിഗ്രഹമായിട്ട് മാറിയിരുന്നു. പ്രഹ്ലാദൻ പൂജിച്ച വിഗ്രഹം കൂടാണെന്ന് പറയുന്നു. പിന്നെ പ്രഹ്ലാദന് ദർശനം നൽകിയപ്പോൾ ഹിരണ്യാക്ഷനോടുള്ള ദേഷ്യം, ഹിരണ്യകശിപുവിനോടുള്ള ദേഷ്യം, അതെല്ലാം ആ വിഗ്രഹത്തിൽ കാണാൻ കഴിയുമായിരുന്നു. പ്രഹ്ലാദനോടുള്ള സ്നേഹം, ഒരേ സമയത്ത് സ്നേഹവും ദേഷ്യവും രണ്ടും ഭഗവാനിൽ കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് ഭഗവാൻ ആ ദേഷ്യവും വിഷമത്തിന്റെയും ചൂട് ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോഴത്തേക്ക് ഭഗവാൻ പറഞ്ഞു, എന്റെ ദേഹം മുഴുവൻ ചന്ദനം കൊണ്ട് ചാർത്താൻ പറഞ്ഞു. അങ്ങനെ 45 കിലോ ചന്ദനം ചാർത്തി വെച്ചിരിക്കുകയാണ് ഭഗവാൻ. അപ്പോ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഭഗവാന്റെ രൂപം കാണാൻ പറ്റൂ. അത് അക്ഷയ തൃതീയ ദിവസമാണ്. ബാക്കിയുള്ള ദിവസം ഭഗവാന്റെ രൂപം കാണത്തില്ല. കാരണം ഭഗവാന്റെ ആ ഭാവം അത്രയ്ക്ക്, വൈഷ്ണവ അപരാധം ചെയ്യുന്നവരോടുള്ള ദേഷ്യം, ഭഗവാന്റെ ഭക്തരെ ദ്രോഹിക്കുന്നവരോടുള്ള ദേഷ്യം, ഭഗവാന്റെ ഭക്തരോടുള്ള ആ വാത്സല്യം, ആ ഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോ പിന്നെ 45 കിലോ ചന്ദനം കൊണ്ടാണ് എല്ലാ ദിവസവും, വർഷത്തിൽ മുഴുവൻ, ഒരു ദിവസം ഒഴികെ അക്ഷയ തൃതീയയുടെ ദിവസം മാത്രമേ വരാഹ രൂപം നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റൂ. അല്ലാത്ത ദിവസം ചന്ദനം കൊണ്ട് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ വീണ്ടും ദർശനത്തിന് പോയി. രാവിലെ പോയപ്പോൾ ചന്ദനം മാത്രമേ ഉണ്ടായി. ഇപ്പം പോയപ്പോ സ്വർണം കൊണ്ട് നരസിംഹ ഭഗവാന്റെ രൂപം ആ ചന്ദനം ചാർത്തുന്ന മോളി വെച്ചു. നല്ല ഭംഗിയായിരുന്നു. ചക്രവും ശംഖും പിടിച്ച്, ഗദയും പിടിച്ച്, താമരയും പിടിച്ച്, ചതുർബാഹു രൂപത്തിൽ നരസിംഹ രൂപമായിരുന്നു. വളരെ സുന്ദരമായിരുന്നു. പിന്നെ നിങ്ങൾ വരേണ്ട സ്ഥലമാണ്, അതിസുന്ദരമാണ്. ഇവിടെ ഫ്രീ അക്കോമഡേഷൻ ഉണ്ട്. പിന്നെ പ്രസാദം ഫ്രീ ആണ്. എല്ലാം വളരെ മനോഹരമാണ്. എല്ലാവരും തീർച്ചയായിട്ടും വരണം സിംഹാചലത്തിൽ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും രാജാത്തിനെ പോലത്തൊരു ക്ഷേത്രം വളരെ ചുരുക്കത്തിൽപ്പെട്ടതായിരിക്കും. കുട്ടികൾ പട്ടിക നമ്മൾ പെടുത്തണം. കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഭഗവാന്റെ പ്രതിഷ്ഠയും ഭഗവാന്റെ പ്രസാദം എന്തൊക്കെയായാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോ നിങ്ങൾ ഒരിക്കലെങ്കിലും സിംഹാചലത്തിൽ വരണം. കാരണം അത്രയ്ക്കും വിശ്വാസപ്പെട്ട സ്ഥലമാണ്. താങ്ക് യു സർ. സിംഹാചലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഭഗവാൻ നരസിംഹ ഭഗവാനായിട്ട് വരാഹസ്വാമിയായിട്ടും പ്രഹ്ലാദിന് ദർശനം കൊടുത്ത ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ തന്നെ അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ഗോശാലയിലാണ്. അപ്പോൾ ഭഗവാൻ നടുക്കും കുറെ പശുക്കളുണ്ട് ചുറ്റിലും. അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണല്ലോ പശുക്കൾ. ഭഗവാൻ നടുക്കും ചുറ്റിലും പശുക്കൾ. വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങളും സിംഹാചലത്തിലേക്ക് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ വന്നിരിക്കുന്നത് സിംഹാചല ക്ഷേത്രത്തിന്റെ ഗോശാലയിലേക്കാണ്. ഇവിടുത്തെ പശുക്കുട്ടികളൊക്കെ നമ്മുടെ ഗോശാലയിലെ പശുക്കളെ പോലെ തന്നെ എല്ലാ പശുക്കളും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. ഈ സിംഹാചല ക്ഷേത്രം ചുറ്റും പർവ്വത ശിഖരം, ആ താഴ്വാരത്തിന്റെ സെൻട്രലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നരസിംഹസ്വാമി വാണരുളുന്നത്
തൊട്ടടുത്ത് തന്നെ സമുദ്രമുണ്ട്. ഇതിന്റെ കഥ നമ്മൾ ഗുരുദേവ് പറഞ്ഞതുപോലെ തന്നെ പ്രഹ്ലാദ മഹാരാജ് മഹാരാജിന് തീർന്നപ്പോ ഭഗവാൻ രണ്ട് കൈയും കൊണ്ട് താങ്ങി ഭഗവാൻ കാരുണ്യപൂർവ്വം പ്രഹ്ലാദ മഹാരാജനെ വരാസ്വാമിയായിട്ട് വന്ന് രക്ഷിച്ച ഒരു ഐതിഹ്യമാണ് ഇതിന് പുറകിലുള്ളത്. ഇവിടെ വരുന്ന ഭക്തരൊക്കെ വളരെ പരിശുദ്ധ ഭക്തരായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവരുള്ള നരസിംഹസ്വാമി അത്രയ്ക്ക് കാരുണ്യവൃത്തിയായിട്ടുള്ള ആ ഭക്ത പ്രഹ്ലാദ മഹാരാജന്റെ ഭക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളെല്ലാ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരുമ്പോ അതിന്റെ ഒരു പ്രത്യേക അനുഭൂതി കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഗോശാല അന്നദാനത്തിനായിട്ടുള്ള ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഭഗവാന്റെ ആ പ്രൗഢി കാണിക്കുന്ന ഒരുപാട് ക്ഷേത്രത്തിന്റെ ശില്പങ്ങളും ഭഗവാന്റെ വിഗ്രഹവും ആ ആരാധനയൊക്കെ ചെയ്യുന്നതും ശ്രീ സമ്പ്രദായത്തിലാണ്. അത് നമുക്ക് കണ്ട് ദർശിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജന്മസാഫല്യം വന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഭക്തിയിലുള്ള എല്ലാ വിഘ്നങ്ങളും നശിപ്പിക്കാനായിട്ട് നമുക്ക് നരസിംഹ ഭഗവാനെ പ്രാർത്ഥിക്കാം. കാരണം നരസിംഹ ഭഗവാൻ എന്നുള്ള എപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനത്തായിരിക്കണേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കാം. പിന്നെ ഇപ്പം നമ്മളിവിടുത്തെ ഗോശാലയിലാണ്. അപ്പൊ ഇവിടുത്തെ പശുക്കളൊക്കെ ഭക്ഷണം കഴിക്കാൻ സമയമാണ്. പിന്നെ ഇവിടുത്തെ കാളക്കുട്ടനാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല പാമ്പ് പിടിച്ച പശുക്കളാണ്. അപ്പോ നിങ്ങൾക്കും വരാം, നിങ്ങൾക്ക് ഇതുപോലെ പശുക്കളെ തടവാം. കാരണം പശുക്കളെ ഞാൻ തടവണത് പശുവിനും ഭയങ്കര ഇഷ്ടമാണ്, ഭഗവാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗോസേവ എന്നുള്ളത് നമുക്ക് വലിയൊരു സൗഭാഗ്യമാണ് അവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ഗുരുവായൂരപ്പനെ പോലെ എന്നെ വിളിച്ചാൽ വിളിപ്പത്തെത്തുന്ന നരസിംഹസ്വാമിയാണ്. നമുക്ക് എല്ലാവർക്കും നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഭക്തിയിലുള്ള എല്ലാ വിഘ്നങ്ങളും മാറി നമ്മുടെ അകമൊപ്പം ശുദ്ധമായി നമ്മളൊരു നല്ല വ്യക്തിയായി മാറാനും ഒപ്പം തന്നെ ഭഗവാനെ ഭക്തി ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കാം. ഹരേ കൃഷ്ണ.